ലോക്സഭാ മണ്ഡലങ്ങളിലും ഡോക്ടർ അരുൺകുമാറിനൊപ്പം റിപ്പോർട്ടറിന്റെ അശ്വമേധ പര്യടനം തുടരുകയാണ്. ഇന്ന് അശ്വമേധം ഇടുക്കി മണ്ഡലത്തിലെ വോട്ടർമാർക്കൊപ്പമാണ്. കാണാം അശ്വമേധ കാഴ്ചകൾ ചെറുതോണി ടൗണിൽ നിന്ന്. മലമേലെ തിരിയിട്ട് പെരിയാറിൻ തളയിട്ട് നമ്മൾ നിൽക്കുന്ന ഇടുക്കിയിലാണ്. മിടുമിടുക്കിയ ഇടുക്കിയാണ് പിന്നിൽ കാണുന്നത്. ഇടുക്കിയുടെ സിറ്റിംഗ് എം പി ഡീൻ കുര്യാക്കോസ് നമുക്കൊപ്പം ചേർന്നിട്ടുണ്ട്. കൂടുതൽ സുന്ദരനായിട്ടുണ്ട്. കഴിഞ്ഞ തവണ ഞാൻ കാണുന്നതിനേക്കാൾ കുറച്ചുകൂടി ഒരു ഉന്മേഷ ഊർജ്ജമൊക്കെ വന്നിട്ടുണ്ട്. പൊതുവെ എങ്ങനെയാണ് രണ്ടാമത്തെ ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന സമയത്ത് ഒരു കോൺഫിഡൻസ് കൂടിയോ അതോ ഈ പരീക്ഷ എഴുതാൻ പോകുന്ന പോലെ PhD ഓപ്പൺ ഡിഫൻസിന് പോകുന്ന സമയത്ത് ഒരു ടെൻഷൻ ഉണ്ടല്ലോ, അതുപോലാണോ? അല്ലല്ല, ഇക്കാര്യത്തിൽ എനിക്ക് 100% ആത്മവിശ്വാസമുണ്ട്. ഞാൻ എപ്പോഴും ജനങ്ങളോടൊപ്പം നിന്നിട്ടുണ്ട്. അതായത് ഇടുക്കി പദ്ധതിയിൽ MP എന്ന നിലയിൽ കഴിഞ്ഞ 5 വർഷം എന്താണ് സംഭാവന നൽകിയത് എന്നാണ് ഡീൻ ഈ വോട്ടർമാരോട് പറയുന്നത്? എൻ്റെ ആത്മവിശ്വാസം എന്ന് പറയുന്നത് കഴിഞ്ഞ 5 വർഷക്കാലം ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. ഈ കടന്നു പോകുന്നത് അടിമാലി കുമളി ദേശീയപാതയാണ്. ഇത് 18 മീറ്റർ വീതിയാക്കി വികസിപ്പിക്കാൻ പോവുകയാണ്. 3 ക്യാപിറ്റൽ നോട്ടിഫിക്കേഷൻ വന്നു. അതിൻ്റെ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് പണം അനുവദിച്ചിട്ടുണ്ട്. അടിമാലി, ചെറുതോണി, കട്ടപ്പന, അതിനപ്പുറത്ത് വണ്ടിപ്പെരിയാർ, അത് NH 183-ലുള്ളതാണ്. മുണ്ടക്കയം കുമളി ദേശീയപാതയുടെ ഭാഗമാണ്. അതും 18 മീറ്റർ വീതിയാക്കി വികസിപ്പിക്കാൻ പോകുന്നു. ഈ മുമ്പ് പറഞ്ഞ ഈ ടൗണുകളിലെല്ലാം ബൈപ്പാസ് വരാൻ പോകുന്നു. നിരവധി പദ്ധതികൾ. അപ്പോൾ ഒരു 2024 ജൂൺ മാസം 30 ഇടുക്കി പാർലമെന്റ് നിയോജകമണ്ഡലം സമ്പൂർണ്ണമായ കണക്ടിവിറ്റിയുള്ള പ്രദേശമായി, സമ്പൂർണ്ണ കണക്ടിവിറ്റി ആയിട്ട് മാറും. ആദിവാസി മേഖലകളിലടക്കം ആണ് അല്ലേ? എവിടെ ജയിക്കും എന്ത് ചെയ്യുന്നു പറയാൻ പറ്റില്ല. നല്ല ശക്തികളാണ് രണ്ടുപേരും. നമുക്കപ്പം ജോയ്സ് ജോർജ് കൂടി ചേരുന്നു. ജോയ്സ് ജോർജ് ഉഷാറാണല്ലോ, അടിമുടി ഇടുക്കിക്കാരൻ എന്ന് വേണമെങ്കിൽ ഒറ്റ വാക്കിൽ വിശേഷിപ്പിക്കും അല്ലേ ജോയ്സ്? ജോയ്സിന്റെ പ്രതികാരമാണോ നടക്കാൻ പോകുന്നത്, ഡീന്റെ പുതുപ്പാണോ നടക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ രണ്ടുപേരുടെയും പ്രവർത്തനവും MP എന്നുള്ള പെർഫോമൻസ് ഒക്കെ MP എന്നുള്ള പെർഫോമൻസ് ഒക്കെ ജനങ്ങളുടെ മുമ്പിലുണ്ട്. ജനം വിലയിരുത്തി, ജനം വിധി എഴുതട്ടെ. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 2014 ഞാൻ പാർലമെന്റ് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടു വരുമ്പോൾ ഇടുക്കിയിൽ, പ്രത്യേകിച്ച് ഇടുക്കിയുടെ മലയോരത്ത് യാത്രായോഗ്യമായ ഒരു റോഡ് ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ കേരളത്തിലെ ഏറ്റവും നല്ല റോഡുകളുള്ള സ്ഥലമായി ഇടുക്കി മാറിയത് ഈ ഘട്ടത്തിലാണ്. ഒരു വികസന പ്രക്രിയയ്ക്ക് തുടക്കം കുറിക്കാൻ പിന്നീട് 1ാം പിണറായി ഗവൺമെന്റ് വരുമ്പോൾ ആ ഗവൺമെന്റിനൊപ്പം നിന്നുകൊണ്ട് ബഹുമാനപ്പെട്ട മണിയാശാൻ മന്ത്രിയും മറ്റാളുകളെയൊക്കെ ഒപ്പം നിന്നുകൊണ്ട് അതിനകത്ത് കൃത്യമായി ഇടപെടാൻ സാധിച്ചു എന്നുള്ളത് നിങ്ങൾ അടിമുടി ഇടുക്കിക്കാരനായി എന്നെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമാണ്. മലയോര നാടിന്റെ മണ്ണും മനസ്സും തൊട്ടറിഞ്ഞുള്ളൊരു സ്ഥാനാർത്ഥി ജോയ്സ് ജോർജ് എന്നൊരു സ്ഥാനാർത്ഥി. ഇത്തവണ തെരഞ്ഞെടുപ്പിൽ ഇടുക്കിയിൽ എന്താ സാധ്യത? ഇടുക്കിയിലുള്ള സാധ്യത ഞങ്ങൾ ജോയ്സ് ജോർജിനെ ജയിപ്പിക്കണമെന്നുണ്ട്. കാര്യം പല ഉപകാരങ്ങൾ ഇടുക്കിക്ക് ചെയ്തിട്ടുണ്ട്. ജോയ്സ് ജോർജിന് ഇടുക്കിക്കാരൻ എന്നുള്ള ഇടുക്കിക്ക് വേണ്ടി എന്തെങ്കിലും വികസനം ചെയ്യണമെങ്കിലും ഒരു ഇടുക്കിക്കാരൻ കേന്ദ്രത്തിൽ പോയാലും നടക്കൂ. എങ്ങോട്ട് വേണമെങ്കിലും മാറാം. ദീനും കരുത്തനാണ്, ജോയ്സും കരുത്തനാണ്. തെരഞ്ഞെടുപ്പ് ഇവിടെ ഇപ്പൊ ഒരു ചോയ്സ് എന്ന് പറഞ്ഞാൽ ജോയ്സേ ഉള്ളൂ. മൊത്തത്തിൽ ഇവിടെ ഡീൻ കുര്യാക്കോസ് കഴിഞ്ഞ പ്രാവശ്യത്തിലും ഭൂരിപക്ഷം നേടും. മെഡിക്കൽ കോളേജ് 5 വർഷം ജോയ്സ് ജോർജ് MP ആയിരുന്നിട്ട് എന്ത് കൊടുത്തെന്ന് ഒരു പറയട്ടെ. 2016 പിണറായി വിജയന്റെ ഗവൺമെന്റ് വന്നതിന് ശേഷമാണ് മെഡിക്കൽ കോളേജിന് ഫണ്ട് അനുവദിച്ചത്. അത് മെഡിക്കൽ കോളേജായി മാറി. ഡീൻ ഒരു ഫണ്ട് ലാപ്സാക്കിയിട്ടില്ല. ഡീൻ ഏറ്റവും ഇടുക്കിക്കാർക്ക് കൂടി ഏറ്റവും കൂടുതൽ എന്ത് പ്രളയം വന്നു ഏത് കാര്യത്തിനും ഡീനായിരുന്നു ഇടുക്കിക്കാരുടെ കൂടെ ഉണ്ടായിരുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ട് കാര്യമില്ല. ജോയ്സ് മാത്രമേ ഇവിടെ ജയിക്കുള്ളൂ. അപ്പോൾ നമ്മൾ തങ്കമണിയിൽ നിന്ന് നമ്മൾ ഇന്നത്തെ ഈ വാർത്തായാത്ര അവസാനിപ്പിക്കുന്നു. ഞങ്ങൾ ഇന്ന് ചുരമിറങ്ങിപ്പോകുന്നത് തിളച്ചുമറിയുന്ന കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലേക്കാണ്. മുകേഷിനെ കാണണം, NK പ്രേമേന്ദ്രനെ കാണണം.